Hi friends, എല്ലാവർക്കും Pinnacle അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇംപ്രൂവ്മെന്റിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ കിട്ടായിരുന്നു അതിനെക്കുറിച്ച്. എല്ലാവരും കണ്ട് അപേക്ഷിച്ച് കാണുമെന്നൊക്കെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ ഗ്യാപ്പ് ഇട്ട് നിന്നിരുന്ന ഇംപ്രൂവ്മെന്റ് അടുത്ത മാസം എത്തുമെന്നുള്ളൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പഠിക്കാൻ തുടങ്ങിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. പലർക്കും മാത്സിനകത്ത് കുറച്ച് മാർക്കിൻ്റെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ കഴിഞ്ഞ വർഷം എഴുതിയ കുട്ടികൾക്കെല്ലാം. ഓക്കെ, അതിന് തന്നെ തുടങ്ങുന്നതിന് മുമ്പ് പറയുകയാണ്, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അത് മാത്രമല്ല നിങ്ങൾ കൂട്ടുകാരിലേക്ക് മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ കൂടെ ശ്രമിക്കുക. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. കഴിവതും മുഴുവനും കാണാനായിട്ട് ശ്രമിക്കുക. ഒരു മാത്സിന് നല്ലൊരു മാർക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും നല്ലൊരു ഐഡിയ അല്ലെങ്കിൽ മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഐഡിയ മാത്രം നിങ്ങളുള്ളിലേക്ക് എത്തിക്കുന്നത്, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെ തുടങ്ങുക. ഓക്കെ, അപ്പം ഞാൻ പറയാമെന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ ആയിരുന്നു. നിങ്ങൾക്ക് കുറച്ച് കുറച്ച് വേരിയേഷൻസ് കുറച്ച് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്, കുറച്ച് ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിന് കൂടുതൽ മാർക്ക് വീഴുന്നത് നമ്മൾ അവസാനം എഴുതി വെക്കുന്ന ഒരു ആൻസറിന് മാത്രമല്ല, നമ്മൾ ആ ക്വസ്റ്റ്യനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നീ എങ്ങനെയാണ് ഉത്തരം എഴുതി വെക്കുന്നത്, അതിനായിരിക്കും മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ആ ഉത്തരത്തെ നല്ല അനുയോജ്യമായ രീതിയിൽ അതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കാണാപ്പാഠം പഠിക്കരുത് എന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലാക്കി മാത്രം പഠിക്കുക. നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ കൺസെപ്റ്റ് അനുസരിച്ചല്ലേ പഠിച്ചു പോകുന്നത്. അതുപോലെ തന്നെ മാത്സിനും പഠിച്ചാൽ മതി. നമ്മളൊന്നുമില്ല, വെറുതെ കാണാപ്പാഠം പഠിച്ചു പോകുമ്പോഴാണ് ഒരുപാട് മിസ്റ്റേക്ക് വരാൻ കാരണം. ഇനി കാണാപ്പാഠം പഠിക്കുന്നതിന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മാത്രം ഞാൻ പറയുന്നു, ഒരുപാട് വിശദീകരിക്കുന്നൊന്നുമില്ല. നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കുക എന്ന് കരുതി ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് അത് മറന്നുപോയി, എന്ത് ചെയ്യും? ബാക്കി കിട്ടത്തില്ല. പക്ഷേ അതൊരു കൺസെപ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുന്നെങ്കിൽ അത് ചെയ്യുന്ന ഒരു സ്റ്റെപ്പിങ്ങിനാണ്, അല്ലെങ്കിൽ ആൻസർ എത്തേണ്ട ഈ രീതിയിലാണ്. എന്നൊരു കാര്യം മനസ്സിലാക്കി വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും വഴിയിലൂടെ എത്തിക്കാൻ ശ്രമിക്കാം. പക്ഷെ കാണാപ്പാഠം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, നല്ലൊരു രീതിയിലേക്ക് എത്തിക്കത്തില്ല. അത് നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കാണുമ്പോൾ തന്നെ ഒരു ബോഡി കുറേ സാധനങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടേന്ന് കാണുമായിരിക്കും. നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ നെയിമുകളാണ്. അപ്പം എൻ്റെ ഒരു ഐഡിയ തോന്നിയതും എനിക്ക് അനുയോജ്യമായ രീതിയിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള മാത്സിൻ്റെ 16 ചാപ്റ്ററിനെ ഞാനൊരു 1, 2, 3, 4, 5, 6 ഗ്രൂപ്പുകളാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 16 ചാപ്റ്റർ. നമുക്ക് ദിവസങ്ങൾ ഒരുപാട് നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട്. അപ്പോൾ ആ ദിവസത്തെ അനുയോജ്യമായ രീതിയിൽ, ഓരോ മണിക്കൂറിനെയും ഓരോ മിനിറ്റിനെയും അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് അതിന് നല്ലൊരു മാർക്ക് കരസ്ഥമാവട്ടെ. നമുക്ക് എന്തുമാത്രം മാർക്ക് ഉണ്ടോ, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വിട്ടേക്കുക. നമുക്ക് എത്ര മാർക്കുണ്ടോ അവിടെ നിന്നോട്ട് അതിൽ കൂടുതൽ മേടിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക, നേടുക തന്നെ ചെയ്യും ഏതൊരാൾക്കാണെങ്കിലും. ഓക്കെ, ദെൻ നമുക്ക് ഇതിലേക്ക് വരാം. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ തന്നെ ആദ്യത്തെ ഗ്രൂപ്പ് ഇതാണ്, സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി. ഒരു ഗ്രൂപ്പിനകത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം തോന്നാം, പ്രോബബിലിറ്റി ഏറ്റവും അവസാന ചാപ്റ്റർ അല്ലേ, പിന്നെ എന്തിനാണ് ഈ സെറ്റിൻ്റെ കൂടെ കൊണ്ടിട്ടേക്കുന്നത്, അല്ലെങ്കിൽ സെറ്റ്സിൻ്റെ റിലേഷനെ കൂടെ കൊണ്ടിട്ടേക്കുന്നത്? അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചാപ്റ്റർ ഡിവിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചാപ്റ്ററിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങളോ വെച്ചല്ല, അതിനകത്ത് പഠിക്കാനുള്ള കണ്ടന്റിനെ ബേസ് ചെയ്താണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകാം. സെറ്റ്സിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എ യൂണിയൻ ബിയും എ ഇൻ്റർസെക്ഷൻ ബി ഒക്കെ. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, നമുക്ക് ആ സെറ്റ് പഠിക്കാനുള്ളതിനകത്ത് നമ്മുടെ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ, അവസാനം പറഞ്ഞ പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്, നന്നായിട്ട് നോക്കി വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ എ യൂണിയൻ ബിയും എ ഇൻ്റർസെക്ഷൻ ബി ഒക്കെ. ഓക്കെ, അപ്പോൾ സെറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രം നമുക്ക് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ പഠിക്കാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു ഗ്രൂപ്പിനകത്താക്കിയത്. പിന്നെ എന്തുകൊണ്ട് പ്രോബബിലിറ്റി വന്നു എന്നുള്ളത്. പ്രോബബിലിറ്റി വരാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ പ്രോബബിലിറ്റിക്ക് അതും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണ്, എ ഓർ ബി വന്നാൽ എ യൂണിയൻ ബി ആയിരിക്കും, എ ആൻഡ് ബി വന്നാൽ എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കും. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നത്? സെറ്റിൽ പഠിക്കുന്ന കുറച്ച് സിമ്പിൾസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ +1 പ്രോബബിലിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രോബബിലിറ്റിയെ പിടിച്ച് ആ ഗ്രൂപ്പിനകത്തിട്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ബേസിൽ പഠിക്കാൻ ശ്രമിക്കുക. സെറ്റ് പഠിച്ച ഉടനെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ പഠിക്കാൻ നോക്കുക, അല്ല സെറ്റ് പഠിച്ച് ട്രിഗണോമെട്രി പഠിക്കാൻ പോകരുത്. തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത 2 ചാപ്റ്റേഴ്സാണ്. ഒക്കെ അങ്ങനെയുള്ള ബുദ്ധിമോശം നമ്മൾ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളായിട്ടൊരു ഐഡിയ ആണ്, ഞാൻ എൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്കിലേക്ക് ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റും. കാരണം അത് പഠിച്ചാൽ റിലേഷൻ ഫംഗ്ഷൻ പഠിക്കാൻ പറ്റത്തുള്ളൂ. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. √9 - x², അതിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ x+1 / 3x² + 5x+2, അതിൻ്റെ ഡൊമൈൻ റേഞ്ചും കണ്ടുപിടിക്കുക. അങ്ങനെ ക്വസ്റ്റ്യനും ചോദിക്കാം. നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോ, ചോദ്യം വരും ചിലപ്പോൾ 2 മാർക്കിനോ 3 മാർക്കിനോ. ഓക്കെ,
അപ്പോൾ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ കഴിഞ്ഞു. പിന്നെ പ്രോബബിലിറ്റിക്കകത്ത് പലവട്ടവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ യൂണിയനും ഇൻറ്റർസെക്ഷനൊക്കെ കമ്പൈൻ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാർഡിൻ്റെ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. കാർഡിൻ്റെ പ്രോബ്ലം പ്രോബബിലിറ്റിക്കകത്ത് മാത്രമല്ല നമ്മുടെ പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിനകത്തൊന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും നോക്കി നന്നായിട്ട് പഠിക്കുക. ഓരോ കാർഡിൻ്റെ പേരുകളും എന്തുമാത്രം കാർഡുകളുടെ എണ്ണം ഉണ്ടെന്നുള്ള കാര്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ചില പ്രോബബിലിറ്റിക്കകത്ത് കാർഡിൻ്റെ ഒരു കാർഡ് എടുക്കുന്നത് മാത്രമല്ല കമ്പൈനായിട്ട് 4 കാർഡ് 5 കാർഡ് എടുക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. വീഡിയോസ് ആവശ്യമുള്ളത് നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ടെന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതും കൂടെ നോക്കുകയും ചെയ്യുക. ഓക്കെ, കാർഡിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നുമുണ്ട്. നമുക്ക് ഉടനെ അടുത്ത വീഡിയോസൊക്കെ ചെയ്തു വരാം. അത് നിങ്ങളൊന്ന് ഉഷാറായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞു. ആദ്യം സെറ്റ് പഠിച്ച ശേഷം എന്ത് പഠിക്കുക, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ പഠിക്കുക എന്ന് തന്നെ തറപ്പിച്ച് പറയാം. അങ്ങനെ പഠിച്ചിരിക്കണം. പിന്നെ പ്രോബബിലിറ്റി പഠിക്കും നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്. അത് ഞാൻ അങ്ങനെ ഒരു കണ്ടന്റ് കിടക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊന്ന് പറഞ്ഞേ ഉള്ളൂ പ്രോബബിലിറ്റി പഠിക്കുന്നതായിരുന്നു. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അവസാനം അതിനെ കൂടെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് കഴിഞ്ഞു, പെർഫെക്റ്റ് പഠിച്ചിരിക്കണം. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരാം. അത് കാണുക, പേര് കാണുന്നത് എൻ്റെ മനസ്സിലൊരു ചങ്കിടിപ്പാണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ദെൻ കോംപ്ലക്സ് നമ്പേഴ്സ്, ദെൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പിനകത്ത് 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണത്തിനകത്ത് ആദ്യത്തെയും അവസാനത്തെയും ചാപ്റ്റേഴ്സ് കുറച്ച് ലെങ്ത് ഉള്ളതാണ്. നടുക്കുള്ള ചാപ്റ്റർ അത്ര വലിയ ലെങ്ത് ഉള്ളതൊന്നും അല്ല, കുറച്ച് ലെങ്ത് കുറഞ്ഞതുമാണ്. പക്ഷെ ഞാൻ ആ ചാപ്റ്ററിനെ എടുത്ത് ഇതിനകത്ത് ഇട്ടേപ്പുണ്ട്. എന്തുകൊണ്ടാണെന്നൊരു സംശയമൊക്കെ തോന്നുമായിരിക്കും. ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിനകത്ത് പോളാർ ഫോം കാണുന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്ത് ഓർമ്മിച്ച് തരാം. Z = R × cos θ + I sin θ. അവിടെ cos θയും sin θ വന്നേക്കുന്നത്. അവിടെ നമുക്ക് ദിസ് ആർഗ്യുമെന്റ് ഓർ ആംപ്ലിറ്റ്യൂഡ് തീറ്റയെ കണ്ടുപിടിക്കാനും നമ്മുടെ മോഡുലസ് ഓഫ് Z ഓഫ് R കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ആറിൻ്റെ ആവശ്യമില്ലെങ്കിലും നമ്മുടെ തീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ട്രിഗണോമെട്രിയുടെ ആവശ്യം അവിടെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് മാത്രം ഞാൻ ആ കോംപ്ലക്സ് നമ്പേഴ്സിനെ ആ ഒരു കാറ്റഗറിക്ക് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ വേറെ വലിയ കണ്ടന്റ് ഒന്നും ഇല്ല എങ്കിലും അതൊരെണ്ണം മരുന്നുകൊണ്ട് മാത്രം ഞാൻ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ ആളാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ പല കാര്യങ്ങളും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണെന്നുണ്ട്. കുറിച്ച് വെച്ചോളൂ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചൊരു ക്വസ്റ്റ്യൻ കാണും ചിലപ്പോൾ. സൈൻ എക്സിൻ്റെയോ കോസ് എക്സിൻ്റെയോ ടാൻ എക്സിൻ്റെയോ സീക്ക് എക്സിൻ്റെയോ കൊസീക്ക് എക്സിൻ്റെയോ കോട്ട് എക്സിൻ്റെയോ കാണും. ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ കണക്ക് വേണോ? പ്ലേലിസ്റ്റിൽ നോക്കുക. നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഞാൻ എടുത്തിട്ടേപ്പുണ്ട്, കണ്ടു നോക്കിയാൽ മതി. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടാണ്. സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ് പഠിച്ചുകൊണ്ട് പോകും. Then trigonometric function tan 4x equal to ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രൂവ് ദാറ്റ് ചെയ്യുന്നത് പഠിക്ക് ചോദിച്ചിരിക്കും. അല്ലെങ്കിൽ sin 2x sin 4x sin 6x ഈ ക്വസ്റ്റ്യൻ്റെ സോൾവ് ചെയ്യുന്ന പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കും. സോൾവ് എന്നത് എന്താണ്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ സോൾവ് എന്ന് പറയുന്നത്. അത് എന്ത് വെച്ചാൽ ചെയ്യുന്നുള്ള ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം. ദിസ് ഈസ് ജനറൽ സൊല്യൂഷൻ. നമ്മുടെ ജനറൽ സൊല്യൂഷൻ വെച്ചാൽ അവസ്ഥാനത്ത് ഒരു സെക്ഷൻ ഉണ്ട് നമ്മുടെ ചാപ്റ്റർ ട്രിഗണോമെട്രിക്ക്. അത് വെച്ചാണ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ. അപ്പോൾ അത് നല്ല രീതിയിൽ നോക്കി വെച്ചുകൊണ്ട് പോവുക. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് അതൊരു ഗ്രൂപ്പ്. അത് പഠിക്കാൻ കുറച്ച് ടൈമൊക്കെ എടുത്ത് പഠിക്കുക. അപ്പോൾ ഇത് ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു കാറ്റഗറി നിങ്ങൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. ട്രിഗണോമെട്രിയെ കുറച്ച് സമയവും നിങ്ങളുടെ കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. ഒരിക്കലും പാടുള്ള ചാപ്റ്റർ അവസാനം പഠിക്കാണ്ട് വെക്കരുത് മക്കളെ, ഞാൻ ഉറപ്പിച്ച് പറയാം. അങ്ങനെ വെക്കുകയേ ചെയ്യരുത്. അവസാനം നിങ്ങളുടെ എക്സാമിന് ടൈം അടുത്ത് വരും. പിന്നെ അതിൻ്റെ പ്രഷർ, ടെൻഷൻ അങ്ങനെ കൂടി ഉള്ള ചാപ്റ്ററിൻ്റെ ലെങ്ത് ഇതെല്ലാം നമ്മുടെ മനസ്സിനെ എന്നൊന്നാക്കി പഠിച്ചത് പോലും മറന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റും ലെങ്തും കൂടിയ ചാപ്റ്റേഴ്സ് മാത്രം ആദ്യം പഠിക്കാൻ ശ്രമിക്കുക, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഓക്കെ, നമ്മുടെ 2 ഗ്രൂപ്പിൻ്റെ കാര്യം കഴിഞ്ഞു. ഇത് നമ്മുടെ ഇനി അടുത്ത് പറയാൻ പോകുന്ന 3ാമത്തെ ഗ്രൂപ്പാണ്. 3ാമത്തെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ 2 എണ്ണേ ഉള്ളൂ. ഇത് ഒരുമിച്ചില്ല, ഇത് ചെറിയ ഗ്യാപ്പ്. നമ്മൾ ബോർഡിലെല്ലാം തികയാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഈ 2 എണ്ണേ ഉള്ളൂ. ഏതൊക്കെയാണെന്ന് അറിയാവോ? പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസും അതുപോലെ തന്നെ ബൈനോമിയൽ തിയറം. പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വേണമെങ്കിൽ പറയാൻ ഇത്രയേ ഉള്ളൂ കാര്യം. പെർമുട്ടേഷൻസ് നമ്മളൊരു കാര്യത്തെ അറേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് പെർമുട്ടേഷൻസും. കോമ്പിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു സെലക്ഷൻ, നമ്മൾ ഒരു സാധനത്തെ സെലക്ട് ചെയ്യുന്നതിനാണ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഒരു കാർഡ് 52 കാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേയിങ് കാർഡ്സ് ചെയ്യുന്നു. ഒരു 5 കാർഡിനെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. സോ സെലക്ഷൻ. ഓക്കെ, അതിനെ പറയുന്നത് കോമ്പിനേഷൻ. ആ ഒരു ഐഡിയക്കകത്തൊക്കെ വെച്ച് നമ്മുടെ പ്രോബബിലിറ്റിക്കകത്തും കണക്കുണ്ട്. സോ അതിനോട് എടുത്ത് പറഞ്ഞു കൂട്ടെ. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കോണേ. അപ്പം എന്തുകൊണ്ട് ബൈനോമിയൽ തിയറം അതിൻ്റെ കൂടെ ഒന്ന് നമുക്ക് ഐഡിയ അറിയാമെങ്കിൽ നമുക്ക് NCR എന്നൊരു കാര്യമുണ്ട്. നമ്മൾ കോമ്പിനേഷനിൽ പഠിക്കുന്ന കാര്യമാണ് NCR. ഇക്വേഷൻ ഓർത്ത് വെച്ചോളൂ. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അത് എന്തിനകത്ത് ആവശ്യമുണ്ട്? ബൈനോമിയൽ തിയറത്തിനകത്ത് ആവശ്യം. അപ്പോൾ ബൈനോമിയൽ തിയറം എന്തൊക്കെ ചോദിക്കാനല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിയോളൂ. ഒരു ക്വസ്റ്റ്യൻ തരുവാണ് 2/x + x/2 the whole raised to 5 എക്സ്പാൻഡ് ചെയ്യുക. അല്ല എങ്കിൽ ആ പവറിനകത്ത് എന്തുമാത്രം ടേംസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 2/x + x/2 the whole raised to 5 എന്തുമാത്രം ടേമാണ്? എത്ര ടേം കാണും? 6 ടേം കാണും. ഒന്ന് കൂട്ടിയാൽ മതി. ആ പവറിനൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ടേമുകളുടെ എണ്ണം കിട്ടും. ഓക്കെ ആണോ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ലെക്ചേഴ്സ് നമ്മുടെ കിടപ്പുണ്ട്. നിങ്ങൾ നന്നായിട്ട് കാണുക. ഉള്ളതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കാത്ത നമ്മൾ ഉടനെ അടുത്ത ചാപ്റ്റേഴ്സായിട്ട് നിങ്ങൾ വീഡിയോ ഇട്ട് തരാം. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോസ് കാണാൻ ശ്രമിക്കുക. എല്ലാം അത് വിശദീകരിച്ച് പറയുന്നുമുണ്ട്. ഓക്കെ,
അപ്പോൾ പിന്നെ അത് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ജനറൽ സൊല്യൂഷൻ ഇക്വേഷൻ ഓർത്ത് വെച്ചോ T(r+1) = NCR A⁻n(-r) B⁻r ഇതൊക്കെ നമ്മൾ ഷോർട്ട് നോട്ട് എഴുതി വെക്കണം എന്നിട്ട് പഠിക്കുക ഈ സാധനങ്ങളൊക്കെ പിന്നെ അത് വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത്രാമത്തെ ടേം കണ്ടുപിടിക്കുക പിന്നെന്താണ് ഇത്ര എന്താണ് ചില സാധനങ്ങൾ ഷോ ദാറ്റ് പ്രൂവ് ദാറ്റ് ചെയ്യാനുള്ള കണക്കുകൾ പിന്നെ ഉദാഹരണം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്ത് വെച്ചാൽ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് A+B⁴ - A-B⁴ അത് ഫൈൻഡ് ചെയ്യുക ദെൻ ഷോ ദാറ്റ് ചെയ്യണം എന്താണ് ദെൻ ഹെൻസ് ഇവാലുവേറ്റ് അതിന് ശേഷം ഇവാലുവേറ്റ് ചെയ്യണം അപ്പോൾ √3 + √2⁴ മൈനസ് √3 - √2⁴ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അത് വെച്ച് എന്ത് ചെയ്യണം മറ്റേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം ശേഷം ഇതിനെ ഫൈൻഡ് ചെയ്യണം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പലവട്ടവും നോട്ട് ചെയ്ത് വെക്കുന്ന ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനുമാണ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ബൈനോമിയൽ തിയറത്തിന്റെ കാര്യം കഴിഞ്ഞു ആ ഇക്വേഷൻ നോക്കുക അപ്പോൾ നമ്മൾ എത്ര കാറ്റഗറീസ് അല്ല എത്ര ഗ്രൂപ്പ് കഴിഞ്ഞു 3 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് സെറ്റ്സ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ പ്രോബബിലിറ്റി then trigonometric functions complex numbers and limits and derivatives and then next group is permutations and combination and binomial theorem അടുത്ത ഗ്രൂപ്പിലേക്ക് വരാം അടുത്ത ഗ്രൂപ്പിൽ 4 എണ്ണമുള്ള ഗ്രൂപ്പാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അങ്ങനെ അതിനങ്ങ് യോജിപ്പിച്ചാൽ വെച്ചിരിക്കുന്നത് ഏതൊക്കെ അറിയാവോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്തെങ്കിലും പാടുണ്ടോ മക്കളെ നിങ്ങൾ പഠിക്കാനുള്ള കാര്യം നന്നായിട്ട് നോക്കി വെക്കുക നാച്ചുറൽ നമ്പർ ഇൻവോൾവ് ചെയ്യപ്പെടുന്ന ഇക്വേഷൻസിനകത്ത് നമ്മൾ എന്ത് ട്രൂ ആണെന്ന് തെളിയിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അതിന് കുറേ സ്റ്റെപ്പുകളുണ്ട് വിശദീകരിക്കുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുമുണ്ട് അതുകൊണ്ട് ഒരുപാട് വിശദീകരിച്ച് പോകുന്നില്ല നമ്മൾ ടൈം കുറേ അങ്ങ് ലാഗായി പോകും ഓക്കെ അതുകൊണ്ട് അത് നന്നായിട്ട് നോക്കാൻ ശ്രമിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നമ്മൾ ഒരു ചാപ്റ്റർ കൊണ്ട് സ്കിപ്പ് ചെയ്ത് ഇതാണ് പരീക്ഷയ്ക്ക് വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുതേ ചോദിച്ചിരിക്കും ക്വസ്റ്റ്യൻ പഠിക്കുക മാർക്ക് കിട്ടാൻ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് അടുത്തേക്ക് പോകാൻ ലീനിയർ ഇനിക്വാളിറ്റീസ് എന്തെങ്കിലും പാടുണ്ടോ മക്കളെ അതിനകത്ത് ലെസ് ദാനും ഗ്രേറ്റർ ദാനും സൈൻ വെച്ച് അത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ 2 ഗ്രാഫുകൾ വരച്ച് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് ആ ടെക്സ്റ്റുള്ള ക്വസ്റ്റ്യൻസ് നല്ല വൃത്തിക്ക് പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് നല്ലൊരു മാർക്ക് നേടാം 3 ഡയമെൻഷണൽ ജോമെട്രി 3D അതിനകത്ത് എന്തുമുള്ളത് 2 ഡിസ്റ്റൻസ് കാണാനുണ്ട് സെക്ഷൻ ഫോമുലയുണ്ട് സെൻട്രോയിഡ് ഉണ്ട് ഇതെല്ലാം കൂടുതൽ പഠിക്കാനകത്ത് ഒന്നുമില്ല ഒരു ചെറിയ കുഞ്ഞു ചാപ്റ്ററാണ് ദെൻ മാത്തമാറ്റിക്കൽ റീസണിങ് അത് അതിനെക്കാട്ടിലും ഒരു കുഞ്ഞു ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്നത് അതിനകത്ത് √2 ഈസ് ഇറാഷണൽ എന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ അത് തെളിയിക്കാനൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില നെഗേഷൻ ചോദിക്കാം അങ്ങനെയുള്ള കുഞ്ഞു ചാപ്റ്റേഴ്സാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ 4 എണ്ണവും നല്ല വൃത്തിക്ക് പഠിക്കുക അതിന് ഒരിക്കലും മാർക്ക് കൊണ്ട് കളയരുത് ഓക്കെ അത് നിങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യുകയാണ് ഓക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ദെൻ അതിനുശേഷമുള്ള 2 ടേംസ് അല്ല ഒരു ഗ്രൂപ്പാണ് 2 എണ്ണം കോണി സെക്ഷനും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും അത് കമ്പൈൻ ചെയ്യാണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പാക്കി വെച്ചേക്കുന്നേ ഉള്ളതിനകത്ത് കോണി സെക്ഷനെ കുറിച്ച് ഒരു കോണിൻ്റെ സെക്ഷൻസിനകത്ത് 4 ഫിഗേഴ്സിനെ കുറിച്ച് പഠിക്കാറുണ്ട് സർക്കിള് പരാബോള ഹൈപ്പർബോള എലിപ്സ് അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള ഒരു വലിയ ചാപ്റ്റർ നമുക്ക് വിശദീകരിക്കാൻ പറ്റും പക്ഷേ ക്വസ്റ്റ്യൻസ് അതിനെക്കൊണ്ട് നന്നായിട്ട് മേടിക്കാൻ പറ്റും ഒരെണ്ണം തെറ്റിപ്പോയാൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് 4 മാർക്കുള്ള 4 രീതി മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് കോണി സെക്ഷൻ എന്ന് പറയുന്നത് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലതും ചോദിക്കാം സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ റെഗുലർ വീഡിയോസ് ഇല്ല എങ്കിൽ നമ്മൾ റിവിഷൻ പാക്കിന് ഇട്ടേപ്പുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് അതുകൊണ്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ അതിനെക്കുറിച്ച് ദെൻ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസും ചോദിക്കാം നല്ലൊരു ഇമ്പോർട്ടൻറ്റ് കണക്കാണുള്ളതെന്ന് പറയുന്നത് പിന്നെ ഓക്കെ അങ്ങനെ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അതാണ് ഓർത്ത് വന്നത് ഓക്കെ ആ ക്വസ്റ്റ്യൻ ചോദിക്കാം ഏതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൂടുതലോ അല്ലെങ്കിൽ അവർ റിലേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഓക്കെ നമ്മൾ ടെക്സ്റ്റ് നന്നായിട്ട് റെഫർ ചെയ്യുക ദെൻ പഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ ലാസ്റ്റ് ഗ്രൂപ്പ് സീക്വൻസ് ആൻഡ് സീരീസ് ആൻഡ് സ്ട്രൈറ്റ് ലൈൻ കുറച്ചും കൂടി ലെങ്ത് കൂടിയ ചാപ്റ്ററാണ് എന്നാലും പഠിക്കാനുള്ള ഇക്വേഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ നമ്മൾ മനസ്സിരുത്തി പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ സ്ട്രൈറ്റ് ലൈനൊക്കെ ഇതിൻ്റെ കൂടെ വരേണ്ടതാണ് നമ്മുടെ ട്രിഗണോമെട്രിയുടെ കൂടെ പിന്നെ അതിൻ്റെ കൂടെ ആക്കാഞ്ഞത് അതൊരു കൺസെപ്റ്റ് വെച്ച് പോകുന്നതാണ് ട്രിഗണോമെട്രിയുടെ ഐഡിയാസ് എല്ലാം അതിനകത്ത് വരുന്നത് കൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് വേർതിരിച്ച് വെച്ചതേ ഉള്ളൂ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാം സീക്വൻസ് ആൻഡ് സീരീസ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എടുത്തിടുകയും ചെയ്യാം നമുക്ക് 6 എന്ന ഗ്രൂപ്പ് അങ്ങ് മാറ്റി 5 ഗ്രൂപ്പ് ആക്കുകയും ചെയ്യാം ഓക്കെ 2 3 4 ഓക്കെ 5 ഗ്രൂപ്പ് ആക്കുകയും ചെയ്യാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓരോന്നോട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കയറ്റാം ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്യുന്ന കാര്യം അപ്പോൾ ഞാൻ പറയാൻ വന്ന ഈ ഒരു 6 ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ആ താല്പര്യമുണ്ട് എങ്കിൽ ഇതേ പാറ്റേണിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക ടൈംസ് നമ്മുടെ ഉണ്ട് 3 സബ്ജക്റ്റാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് 6 സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനില്ല അപ്പോൾ ആ 3 സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ബോർഡ് അതുകൊണ്ട് ആ രീതിയിൽ പഠിക്കാനും കാര്യങ്ങളും പിന്നൊരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് നിങ്ങളൊരു അറ്റംപ്റ്റ് കഴിഞ്ഞു രണ്ടാമത്തെ അറ്റംപ്റ്റാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ആ രീതിയിൽ കാണുകയും ആ രീതിയിൽ എഴുതാൻ ശ്രമിക്കുകയും ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ പഠിച്ചത് ഏത് രീതിയാണെങ്കിലും എത്ര എഫേർട്ട് എടുത്താണ് പഠിച്ചതെങ്കിലും അതിനെക്കാട്ടി അതിൻ്റെ ഇരട്ടി മടങ്ങ് ഇപ്പോൾ കഷ്ടപ്പെട്ടിരിക്കണം എങ്കിൽ മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയാശംസ നല്ലൊരു മാർക്കും ഈ സബ്ജക്റ്റ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റും നിങ്ങളുടെ ആഗ്രഹത്തോടനുബന്ധിച്ച് എല്ലാവർക്കും നല്ലൊരു മാർക്ക് കരസ്ഥമാകട്ടെ എന്ന് ആശംസിക്കുന്നു
അതോടൊപ്പം തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനോടെ ശ്രമിക്കുക. നമ്മുടെ വീഡിയോസും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇപ്പോൾ പോവുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.